രണ്ടാം ക്ലാസ് അറബിക് വർക്ക് ബുക്കിലെ 5ാമത്തെ യൂണിറ്റ് അൽ ആലമുൽ അജീബു എന്ന പാഠത്തിന്റെ വർക്ക് ബുക്കാണിത്. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് യാ എന്ന അക്ഷരമാണ്. യാ എങ്ങനെയൊക്കെ എഴുതാം? ഇതാണ് ശരിയായ യാ. യാ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി യാ നമ്മൾ ആദ്യത്തെ അക്ഷരമായിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ, ഇതാ യഖ്തീനുൻ. വായിച്ചു നോക്കൂ, യഖ്തീനുൻ. പിന്നെ അടുത്തത് യാ നടുവിൽ വരുമ്പോൾ ബൈലത്തുൻ, കാണുന്നില്ലേ? അതേ രൂപത്തിലാണ് എഴുതേണ്ടത്, ബൈലത്തുൻ. പിന്നെ യാ അവസാനം കൂട്ടി എഴുതുമ്പോഴാണെങ്കിലോ കുർസിയുൻ, അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് അങ്ങനെ എഴുതണം. ഇനി യാ കൂട്ടാതെ എഴുതുമ്പോൾ റഅയുൻ, അങ്ങനെ എഴുതുക. ഇനി അതിവിടെ നമ്മൾ എഴുതണം. എന്തൊക്കെയാണ് എഴുതേണ്ടത്? യൗമുൻ, ലൈമൂനുൻ, ദക്കിയുൻ, ജുന്ദിയുൻ. എല്ലാ തരത്തിലും യാ വന്നു. യൗമുൻ എന്നതിൽ ആദ്യമാണ്, ലൈമൂൻ നടുവിലാണ്, ദക്കിയുൻ അവസാനം കൂട്ടി എഴുതി, ജുന്ദിയുൻ അവസാനം കൂട്ടാതെ എഴുതി. അത് ഇവിടെ എഴുതി പരിശീലിക്കുക. ആദ്യം താഴെ എഴുതുക, പിന്നെ മേലെ മേലെ അങ്ങനെ എഴുതി പോവുക. ഇനി നെസ്തരി അൽ ഖദ്റാവാത്തി, നമുക്ക് പച്ചക്കറികൾ വാങ്ങാം. വലിയൊരു പച്ചക്കറി മാർക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ ഉണ്ട്. പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട് അല്ലേ? മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട്, പിന്നെ പച്ചക്കറികളെല്ലാം ഉണ്ട്, തക്കാളി. ഓക്കെ, ഇനി അതിൻ്റെയൊക്കെ പേര് നമ്മൾ ഇവിടെ എഴുതണം. ആദ്യം കൊടുത്തിരിക്കുന്നത് കക്കിരിയാണ് അല്ലേ? കക്കിരിക്ക് എന്താ പറയുക? ഖിയാറുൻ. അതവിടെ എഴുതുക, ഖിയാറുൻ എന്ന്. പിന്നെ പയറാണ്, പയറിന് അദസുൻ. പിന്നെ തക്കാളി ടൊമാത്തിമു, വെണ്ടക്ക ബാമിയ, ഉള്ളി ബസല്, ചോളം ദുറത്ത്. ഇത്രയും പച്ചക്കറികളുടെ പേര് എഴുതുക. ഇവിടെയോ ക്യാരറ്റ് ആണതല്ലേ? ക്യാരറ്റിന് എന്താ പറയുക? ജസറുൻ, അതും എഴുതുക. ഇനി ഇവിടെ നമ്മൾ സെന്റൻസുകൾ എഴുതണം. ഹാദിഹി ഹദീഖത്തുൻ. എന്താണ് ഹാദിഹി ഹദീഖത്തുൻ എന്ന് പറഞ്ഞാൽ? ഇതൊരു തോട്ടമാണ്. ഹദീഖത്തുൻ തോട്ടം, ഹാദിഹി ഇത്. ഹാദിഹി ഹദീഖത്തുൻ, ഇതൊരു തോട്ടമാണ്. ഏതാ തോട്ടം? തോട്ടം എവിടെ? ഇതാണ് തോട്ടം. നല്ല ഭംഗിയുള്ള തോട്ടമാണല്ലേ? ഇതിൽ പലതുമുണ്ട്. എന്താ? ഫറാവിലത്തുണ്ട്, സമക്കുണ്ട്, ലഫ്ദ ഉണ്ട്, സഹറത്തുണ്ട്. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹാദിഹി ഹദീഖത്തുൻ, ഇതൊരു തോട്ടമാണ്. പിന്നെ തോട്ടത്തിലുള്ള സാധനങ്ങളുടെ പേരാണ് എഴുതുന്നത്. അൽ ഫറാവിലത്തു സ്വഗീറത്തുൻ, സ്ട്രോബെറി ചെറുതാണ്. അൽ ഫറാവിലത്തു, സ്ട്രോബെറി, സ്വഗീറത്തുൻ ചെറുതാണ്. ഇതേപോലെ തോട്ടത്തിനെ കുറിച്ച്, തോട്ടത്തിലുള്ള വസ്തുക്കളുടെ പേരുകൾ നമുക്ക് എഴുതാം. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? പൂവുണ്ടല്ലേ? നമുക്ക് പൂവ് ഭംഗിയുള്ളതാണ് എന്ന് എഴുതാം. ആദ്യം എഴുതിയത് അൽ ഫറാവിലത്തു സ്വഗീറത്തുൻ എന്നാണ് അല്ലേ? സ്ട്രോബെറി ചെറുതാണ്. അതേപോലെ പൂവ് ഭംഗിയുള്ളതാണ് എന്നെങ്ങനെ എഴുതും? അസ്സഹറത്തു, പൂവിന് അസ്സഹറത്തു. ഭംഗിയുള്ളത് എന്നതിന് എന്ത് പറയും? ജമീലത്തുൻ. അപ്പോൾ അസ്സഹറത്തു ജമീലത്തുൻ, പൂവ് ഭംഗിയുള്ളതാണ്. പിന്നെ എന്തെഴുതാം? ചെടി ഉണ്ടല്ലേ? ചെടി ഒരുപാട് നീളമുണ്ടോ? ഇല്ല, നീളം കുറഞ്ഞതാണ്. ചെടികൾ നീളം കുറഞ്ഞതാണ് അല്ലേ? അപ്പൊ അതെങ്ങനെ എഴുതും? ചെടി നീളം കുറഞ്ഞതാണ്. നീളം കുറഞ്ഞത് എന്നതിൻ്റെ വാക്ക് നമ്മൾ പഠിച്ചിരുന്നു, ഖസീറുൻ അല്ലേ? അതുകൊണ്ട് ചെടിക്ക് എന്താ പറയുക? ഖർസുൻ എന്ന് പറയും. അൽ ഖർസു ഖസീറുൻ, അൽ ഖർസു ഖസീറുൻ, ചെടി നീളം കുറഞ്ഞതാണ്. ഇനി അടുത്തെന്ത് എഴുതാം? പിന്നെ ഇവിടെ ഒരു മരം കാണുന്നുണ്ടല്ലേ? മരം നല്ല നീളമുള്ള മരമാണ്. അതുകൊണ്ട് മരം നീളമുള്ളതാണ് എന്ന് എഴുതാം. അതെങ്ങനെ എഴുതും? അശ്ശജറത്തു തൊവീലത്തുൻ, നമ്മൾ പഠിച്ചതാണ് തൊവീലത്തുൻ, നീളമുള്ളത്. അശ്ശജറത്തു
ത്വവീലത്തുൻ മരം നീളമുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു മീനിനെ കാണുന്നുണ്ട്. മീൻ എന്ത് നിറമാണ്? ബ്ലൂ ആണ് അല്ലേ, നീല നിറം. അപ്പോൾ മീൻ ബ്ലൂ നിറമാണ് എന്ന് പറയാം. അതെങ്ങനെ പറയും? ഫിഷിന് സമക്കുനാണ് അല്ലേ, അപ്പോൾ അസമക്കു ഫിഷ് ബ്ലൂ നിറമാണ്. അസ്റഖു അസമക്കു അസ്റഖു മീൻ നീലയാണ് എന്നെഴുതാം. പിന്നെ എന്തെഴുതാം? പിന്നെ നമുക്ക് കുളം എഴുതാം. മീൻ എവിടെയുള്ളത്? കുളത്തിലാണല്ലേ. കുളം വലിയതല്ലേ, അപ്പോൾ കുളം വലുതാണ് എന്ന് എഴുതാം. അതെങ്ങനെ എഴുതും? കുളത്തിന് ബിർക്കത്തുൻ എന്നാണ് പറയുക. അപ്പോൾ അൽ ബിർക്കത്തു വലുത്, കബീറത്തുൻ അൽ ബിർക്കത്തു കബീറത്തുൻ കുളം വലുതാണ്. പിന്നെ അവസാനം നമുക്ക് ഇലകൾ കുറേ കാണുന്നുണ്ടല്ലോ. ഇല എന്ത് നിറമാണ്? പച്ചയാണ് അല്ലേ. അപ്പോൾ ഇലക്ക് എന്താ പറയുക? വറക്കുൻ അൽ വറക്കു ഇല അഹ്ലറു പച്ചയാണ്. അൽ വറക്കു അഹ്ലറു ഇല പച്ചയാണ്. അങ്ങനെ നമുക്ക് എഴുതാം. ഇനിയും കുറെ എഴുതാൻ പറ്റും അല്ലേ. അൽ-ലഫ്ദഅത്തു കബീറത്തുൻ എന്നെഴുതാം. തവള വലുതാണ് അല്ലേ. അങ്ങനെ പലതും എഴുതാം. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ വായിക്കണം. ഹ ആണ് കൊടുത്തിരിക്കുന്നത്. ഹ എഴുതുന്നത് നോക്കൂ. ആദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ ഹിറത്തുൻ, നടുവിലാണെങ്കിൽ സഹമുൻ. ഹ നോക്കൂ, സഹമിന്റെ ഹ ആദ്യം താഴോട്ട് വന്ന് പിന്നെ മേലോട്ട് പോയി, അങ്ങനെ വേണം എഴുതാൻ. പിന്നെ ഫഖീഹുൻ അവസാനമാകുമ്പോൾ ഹാഇന്റെ രൂപം തന്നെ മാറി. അങ്ങനെയാണ് എഴുതേണ്ടത്. ചെറിയൊരു വട്ടം ഇട്ടാൽ മതി. മിയാഹുൻ അവിടെ നോക്കൂ, ഒരു വട്ടം മാത്രം. അപ്പോൾ ഹാ അവസാനത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ എഴുതണം. ആദ്യത്തിലും മധ്യത്തിലും വരികയാണെങ്കിൽ ഇങ്ങനെ എഴുതണം. ഇതിവിടെ എഴുതാം. ഹരിമുൻ മഹദുൻ ഫവാക്കിഹു വുജൂഹുൻ. മഹദുൻ എന്നത് നിങ്ങൾ ഇവിടെ ഉള്ളതുപോലെ എഴുതണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? ഇതുപോലെ എഴുതിയാൽ മതി. ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അതേപോലെ എഴുതുക. പിന്നെ ഇവിടെ വാഹനങ്ങളുടെ പേരെഴുതണം. കുറേ വാഹനങ്ങളുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്നത് ഇത് ബസ്. ബസ്സിന് എന്താ പറയുക? ഹാഫിലത്തുൻ. പിന്നെ എന്താ ഉള്ളത്? JCBക്ക് എന്ത് പറയും? ഹഫാറത്തുൻ. പിന്നെ വിമാനം ത്വാഇറത്തുൻ. ഇത് ബോട്ട്. ബോട്ടിന് പറയുക സൗറഖുൻ. മോട്ടോർ സൈക്കിൾ അല്ലേ, അതിന് ദറാജത്തുൻ നാരിയത്തുൻ. ദറാജത്തുൻ നാരിയത്തുൻ മോട്ടോർ സൈക്കിൾ. പോലീസിന്റെ വണ്ടിയാണിത്, പോലീസ് കാർ. സയ്യാറത്തു ഷുർത്ത പോലീസിന്റെ കാർ. പിന്നെ കാർ സയ്യാറത്തുൻ എന്ന് എഴുതുക. സയ്യാറത്തുൻ. ഇതെന്താണ്? കപ്പൽ അല്ലേ. കപ്പലിന് എന്ത് പറയും? സഫീനത്തുൻ. ട്രാക്ടർ ജറാറുൻ. സൈക്കിൾ ദറാജത്തുൻ. ഹെലികോപ്റ്റർ ത്വാഇറത്തുൻ മിർവഹിയത്തുൻ. വിമാനമാണെങ്കിൽ ത്വാഇറത്തുൻ എന്ന് മാത്രം മതി. സ്കൂൾ ബസ് ഹാഫിലത്തുൽ മദ്രസ. സ്കൂൾ ബസ്. ഓക്കെ. ഇനി ഇവിടെ മെഴുകുതിരി കൊടുത്തിട്ടുണ്ട്. മെഴുകുതിരിക്ക് എന്താ പറയുക? ശംഅത്തുൻ. മെഴുകുതിരി. ആദ്യത്തെ മെഴുകുതിരി നീളമുള്ളതാണ്, രണ്ടാമത്തേത് നീളം കുറഞ്ഞതാണ്. അതെങ്ങനെ പറയും? ആദ്യത്തേത് നീളമുള്ള മെഴുകുതിരി എന്നാണ് പറയേണ്ടത്. അതിന് ശംഅത്തുൻ പറയൂ. ശംഅത്തുൻ ത്വവീലത്തുൻ നീളമുള്ള മെഴുകുതിരി. രണ്ടാമത്തത് ശംഅത്തുൻ ഖസീറത്തുൻ നീളം കുറഞ്ഞ മെഴുകുതിരി. ശംഅത്തുൻ ഖസീറത്തുൻ. ഇനി ഇത് ഒരു ചെറിയ വീടും വലിയ വീടുമുണ്ട്. ചെറിയ വീടിന് എന്ത് പറയും? ബൈത്തുൻ സ്വഗീറുൻ. ചെറിയ സ്വഗീറുൻ ചെറിയ വീട്, ബൈത്തുൻ സ്വഗീറുൻ. ഇനി വലിയ വീടാണെങ്കിലോ ബൈത്തുൻ കബീറുൻ. വലിയ എന്നതിന് കബീറുൻ. ബൈത്തുൻ കബീറുൻ വലിയ വീട്. സ്വഗീറുൻ ചെറുത്, കബീറുൻ വലുത്.
ഖസീറത്തുൻ നീളം കുറഞ്ഞ, തവീലത്തുൻ നീളം കൂടിയ. ഇത് സഗീറത്തുൻ കബീറത്തുൻ എന്നും പറയും, അതേപോലെ ഖസീറുൻ തവീലുൻ എന്നും പറയും. കാഫ്, കാഫ് എങ്ങനെയൊക്കെ എഴുതാം? ഖുറത്തുൻ നോക്കിക്കോളൂ, ആദ്യത്തെ അക്ഷരം എങ്ങനെ എഴുതിയിരിക്കുന്നു. രണ്ടാമതെങ്ങനെ മുകഅബുൻ എന്നതിൽ എഴുതി. മലിക്കുൻ അവസാനം എഴുതിയത് നോക്കൂ, അവസാനം കൂട്ടാതെ എഴുതിയത് നോക്കൂ. അപ്പൊ അവസാനം എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുക, അവസാനം ഇനി ആദ്യം എഴുതുകയാണെങ്കിലോ ഇങ്ങനെ. ഓക്കെ, അതിവിടെ എഴുതി പരിശീലിക്കുക. കിതാബുൻ, ഹക്കമുൻ, ദീക്കുൻ, ശുബാക്കുൻ. ഇനി ഇവിടെ കുറെ പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേർതിരിച്ച് എഴുതണം. ഈ ഒന്നാമത്തെ കോളത്തിൽ അൽ ഖളറാവാത്ത് എഴുതാം, രണ്ടാമത്തെ കോളത്തിൽ അൽ ഫവാക്കിഹ് എഴുതാം. ഫറാവിലത്ത് ഏതാണ്? ഫറാവിലത്ത് ഫവാക്കിഹിലാണ് അല്ലേ. ബാമിയ അൽ ഖളറാവാത്തിൽ, ഫറാവിലത്ത് സ്ട്രോബെറി, ബാമിയ വെണ്ടക്ക. മൗസുൻ പഴം, അത് അൽ ഫവാക്കിഹ്. ഖർഉൻ ചുരങ്ങ, ഖളറാവാത്ത്. തൂത്തുൻ ബ്ലാക്ക്ബെറി, ഫവാക്കിഹ്. തുഫാഹൻ ആപ്പിൾ, ഫവാക്കിഹ്. തൊമാത്തിമുൻ തക്കാളി, ഖളറാവാത്ത്. ഖിയാർ കക്കിരി, ഖളറാവാത്ത്. ബുർത്തുകാലുൻ നാരങ്ങ, ഫവാക്കിഹ്. ജസറുൻ ക്യാരറ്റ്, ഖളറാവാത്ത്. ജുവാഫത്തുൻ പേരക്ക, ഫവാക്കിഹ്. അദസുൻ പയറ്, ഖളറാവാത്ത്. അതൊക്കെ ഇവിടെ വേർതിരിച്ച് എഴുതുക. നുമയ്യിസു എന്ന് കാണാം അല്ലേ. നുമയ്യിസു എന്ന് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? വേർതിരിക്കാം. നുമയ്യിസു എന്ന് പറഞ്ഞാൽ എന്താണ്? വേർതിരിക്കാം. അൽ ഫവാക്കിഹ വൽ ഖളറാവാത്ത്, ഫ്രൂട്ടും പച്ചക്കറിയും. ഇവിടെ ടീച്ചർ പറയുന്ന വാക്കുകൾ എഴുതുക. ഓക്കെ.